2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അദ്ദേഹത്തിന് കാലാവധി തികയ്ക്കാൻ കഴിയില്ല എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ. കെജ്രിവാൾ ഒരു കാര്യം വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നുണ്ട്. അധികാര വടംവലി നടക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ കസേരയിൽ നിന്നും ഇറക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് അമിത്ഷായുടെ സംഘമാണ്. അമിത്ഷായുടെ അനുകൂലികൾക്കും നരേന്ദ്രമോദിയെ എങ്ങനെയും താഴെ ഇറക്കുക എന്നുള്ളതാണ്. കൃത്യമായും നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നത് ഫലത്തിൽ അമിത്ഷായെ എത്തിക്കാൻ വേണ്ടിയാണ്. എന്നാൽ BJP നേതൃത്വത്തിന് അമിത്ഷായെ എത്തിക്കുന്നതിൽ താല്പര്യക്കുറവുണ്ട്. അമിത്ഷായുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിഭാഗം ആളുകൾ അവർ മാത്രമേ അമിത്ഷായ്ക്ക് പിന്തുണ നൽകുന്നുള്ളൂ. എന്നാൽ BJPയിൽ ഭൂരിപക്ഷം ആളും യോഗിക്ക് വേണ്ടി കൃത്യമായി ചരട് നീക്കുകയാണ്. ഇത് വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് കലാശിക്കും. അതുകൊണ്ട് തന്നെ BJPയുടെ കെട്ടുറപ്പ് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. RSS കൃത്യമായി BJPയിൽ നിന്നും അകലം കാണിക്കുകയാണ്. കാരണം അമിത്ഷായുമായിട്ടുള്ള കാര്യത്തിൽ RSSന് വ്യക്തമായൊരു നിലപാടുണ്ട്. അമിത്ഷായ്ക്ക് അധികാരം കൊടുക്കുന്നതിൽ RSSന് താല്പര്യം ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കെജ്രിവാൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ BJPക്ക് ശരിക്കും ഇലക്ഷനിൽ 5ാം ഘട്ടത്തിലും 6ാം ഘട്ടത്തിലും ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതാണ്. BJP നേതൃത്വം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ തന്നെയാണ്. ഹിമാചൽ പ്രദേശിലും അതുപോലെ ഹരിയാനയിലും ഡൽഹിയിലും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം BJPക്ക് മുഴുവൻ സീറ്റും കിട്ടിയതാണ്. ഹരിയാനയിലും ഡൽഹിയിലും നടന്ന സ്ഥലങ്ങളിൽ അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്നാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയും കാര്യങ്ങൾ അവർക്ക് അനുകൂലമല്ല. ഹിമാചൽ പ്രദേശിലെയും ഹരിയാനയിലെയും ഡൽഹിയിലെയും ഫലം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകും എന്ന് കെജ്രിവാൾ ഉറപ്പിച്ച് പറയാൻ നിരവധിയായ കാരണങ്ങളുണ്ട്. ഒന്ന്, BJPയുടെ കെട്ടുറപ്പില്ലായ്മ എല്ലാവരിലും ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടും, രണ്ടാമത് BJPയുടെ ധാർഷ്ട്യ മനോഭാവം അത് വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തി. 3ാം തവണയും അധികാരത്തിലേക്ക് എത്തിയാൽ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അവർ മാറ്റിമറിക്കും എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ മുന്നണി സ്ട്രാറ്റജിക്കായിട്ട് ഇത്തവണ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. അതാണ് BJPയുടെ നട്ടെല്ലൊടിക്കുന്നത്. BJPയുടെ ആധിപത്യത്തെ തകർക്കുന്നത് ആ ഒരു രീതി തന്നെയാണ്. ഇന്ത്യ മുന്നണി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ രീതിയിലുള്ള ആധികാരികമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് ഈ അടുത്ത കാലത്തൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഇത് തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ സംഗതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അധികാര രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം വളരെ കുത്തനെയുള്ള ഒരു കയറ്റമായിരിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു നേതാക്കൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്